നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തല പോയാലും ഞാൻ ആരോടും പറയില്ല. എന്നാ പറയട്ടെ. എടോ താനൊന്ന് വേഗം പറ. ഇനിയിപ്പൊ തന്നെ സഹായിച്ചിട്ട് മാത്രമേ ഈ ഗോകുലിന് വിശ്രമമുള്ളൂ. ഗോകുലേട്ടാ, എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഗോകുലേട്ടന് അറിയാലോ. അറിയാം. അതിനൊരു തടസ്സം ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ അതിന്റെ പേരിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പക്ഷെ നാട്ടിലെ കോളേജില് ഈ വർഷം അഡ്മിഷൻ കിട്ടില്ല. ഞാൻ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ തുടർന്ന് പഠിക്കാൻ അച്ഛനും ചേച്ചിമാരും സമ്മതിക്കുന്നില്ല. അതെന്താ താനിപ്പോ അവിടെ പഠിക്കുന്നതിൽ പ്രശ്നം? അവിടെ വെച്ചാണല്ലോ പല പ്രശ്നങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് ഞാനും അവിടെ ഇനി പഠിക്കണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ വേറെ എവിടെ അഡ്മിഷൻ കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വരും. അതുകൊണ്ട് കാര്യമില്ല ഗോകുലേട്ടാ. ക്ലാസ് കൂടാതെ എനിക്ക് എക്സാമിൽ ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗോകുലേട്ടന്റെ സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞത്. പറ, ഇതിലിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗോകുലേട്ടൻ പറഞ്ഞ അച്ഛൻ എന്നെ ടൗണിലെ കോളേജിൽ തന്നെ പഠിക്കാൻ വിടും. ഗോകുലേട്ടൻ വിചാരിച്ച മാത്രമേ എനിക്കിനി തുടർന്ന് പഠിക്കാൻ കഴിയൂ. പ്ലീസ് ഗോകുലേട്ടാ, എന്നെ സഹായിക്കില്ലേ? പിന്നെന്താണോ, ഞാൻ നിന്റെ അച്ഛനോട് സംസാരിക്കാം. താൻ ധൈര്യമായിട്ടിരുന്നു. താങ്ക് യു ഗോകുലേട്ടാ. ഞാനും അച്ഛനും നാളെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. രഘുവേട്ടനായിരിക്കും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത്. ഗോകുലേട്ടന് എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് വന്ന് കാണാൻ കഴിയോ? ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മഞ്ചാടിയുടെ അച്ഛന്റെ മുമ്പിൽ നാളെ ഗോകുൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അതുപോലെ. താങ്ക്സ് ഗോകുലേട്ടാ. താങ്ക് യു സോ മച്ച്. വെക്കട്ടെ ഗോകുലേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മഞ്ചാടി. സ്വീറ്റ് ഡ്രീംസ്. ഇന്ദ്ര, നീ കുടിച്ചിട്ടുണ്ടോടാ? അല്ല, നീ പോയിട്ടെന്തായി? എടാ, ആ എണ്ണക്കെട്ട സച്ചിയുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയായിരുന്നില്ലേ നിനക്ക്? എന്തിന്? ഒരു ബുദ്ധിമുട്ടിൽ എന്നെ ആ മനുഷ്യൻ പണം തന്ന് സഹായിച്ചേനോ? പണം തന്ന് ചുമ്മാതാണോടാ? പലിശക്കല്ലേ? എടാ, 75,000 രൂപ പലിശ കൊടുക്കാൻ 2 ദിവസത്തെ സാവകാശം പോലും നിനക്ക് തന്നില്ലല്ലോ. കാശിന്റെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാ. കൈനഷ്ടം വരുമെന്ന് തോന്നുമ്പോ ബന്ധവും സ്വന്തവും ഒക്കെ അങ്ങ് മറക്കും. ഓ, ഞാൻ നിനക്ക് സ്വർണ്ണം ഊരി തരാത്തന്റെ ദേഷ്യമായിരിക്കും അല്ലേ? ശരി. എടാ 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 ഞാനത് നിനക്ക് തരാതിരുന്നോണ്ട് നിനക്ക് അവകാശപ്പെട്ട കാശ് തന്നെ നിനക്ക് കിട്ടിയില്ലേ? എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരട്ടെ എന്ന് കരുതിയിട്ടാ നിന്റെ അനിയത്തി ഒന്നും മിണ്ടാതിരുന്നത്. അവസാനം ഇല്ലാത്ത കാശ് ഓടി വന്നത് കണ്ടില്ലേ? കണ്ടോ? അമ്മേ, ഇന്ന് എന്റെ അഭിമാനം രക്ഷിച്ചത് സോനയും ശ്യാമുവാ. അതുകൊണ്ട് അവരെ കുറിച്ച് ഇനി അമ്മ എന്തു കുറ്റം പറഞ്ഞാലും ഞാനത് അംഗീകരിച്ചു തരാൻ പോണില്ല.
സത്യം പറഞ്ഞാലേ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അമ്മ കാരണമാ. അമ്മയാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്താടാ നിന്നെ ചെയ്തത്? ദേ കള്ളും കുടിച്ചു വന്നും എന്നെ മെക്കിട്ട് പാഞ്ഞു കയറാൻ വന്നാലുണ്ടല്ലോ. ഞാൻ കള്ളു കുടിച്ചതും അമ്മ കാരണമാ. അമ്മ ഓരോന്ന് കാണിച്ചു കൂടുന്നതിന്റെ ശിക്ഷയാ ഞാൻ അനുഭവിക്കുന്നേ. അത് അമ്മയ്ക്ക് അറിയോ? നീ എന്ത് അനുഭവിച്ചെന്നാ ഇന്ദിര? ഞാൻ എന്ത് കാണിച്ചെന്ന് നീ പറയുന്നേ? ഒന്നും കാണിച്ചില്ലേ? അമ്മ എന്തിനാ ഈ മറ്റുള്ളവരുടെ കുടുംബത്തിൽ പോയി ഓരോരുത്തർക്ക് പാര വെക്കുന്നേ? ഞാൻ പാര വെച്ചെന്നോ? ആർക്കടാ ഞാൻ പാര വെച്ചത്? ദേ കുടിച്ചെങ്കിൽ വയറ്റി കിടക്കണം. എന്റെ സ്വഭാവം നിനക്കറിയാലോ. അറിയാം, ഇപ്പൊ ശരിക്കും അറിയാം. അന്ന് സത്യന്റെ പ്രശ്നത്തില് സച്ചി സാറിന്റെ വീട്ടിൽ പോയി അമ്മ വഴക്കിട്ടപ്പോഴും ഇവിടെ വന്ന് സച്ചി സാറിന്റെ മകളുടെ കല്യാണം അമ്മ മുടക്കുമെന്ന് പറഞ്ഞപ്പോഴും അമ്മ അതുപോലെ അങ്ങ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തെറ്റായിപ്പോയി, വലിയ തെറ്റായിപ്പോയി അമ്മ ചെയ്തത്. അമ്മ ഇന്ന് കാണിച്ചതിന്റെ പേരില് ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയ ദൈവം പോലും അമ്മയോട് പൊറുക്കില്ല. എടാ, അവളുടെ കല്യാണം മുടങ്ങാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഇതെന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? എനിക്കെല്ലാം അറിയാം. ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടില് അമ്മ പോയില്ലേ? പോയില്ലേ? ഇവിടെ ഞാൻ ആ വീട് അന്വേഷിച്ചു പോയതൊന്നുമല്ല. സുധൻ മോടെ കല്യാണം ക്ഷണിക്കാൻ കൂടെ പോയപ്പോ അവിടെ യാദൃശ്ചികമായി എത്തിപ്പെട്ടതാ. സുധന്റെ പഴയൊരു സുഹൃത്തിന്റെ മകനാ ചെറുക്കൻ. ഏതായാലും അമ്മ അവിടെ പോയല്ലോ. കിട്ടിയ അവസരം ഉപയോഗിച്ച് കൊടുക്കാവുന്ന പണി കൊടുക്കുകയും ചെയ്തു. വലിയ കഷ്ടം അമ്മ ഇത്. എടി ഞാനായിട്ട് അവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അവരെ മനസ്സിലായപ്പോ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ആ ചെറുക്കൻ അങ്ങോട്ട് കയറി വന്നു. അവന് പെട്ടെന്ന് എന്നെ മനസ്സിലാവുകയും ചെയ്തു. അതാരങ്ങളെ കണ്ടിട്ട് നല്ല പരിചയമുള്ള പോലെ. അതെന്റെ ബന്ധുവാ, പേര് സുശീല. നിങ്ങളന്ന് സത്യങ്ങൾ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ സ്ത്രീയല്ലേ? ആഹാ, ഞാൻ വഴക്കിട്ടതേ എന്റെ മോനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടാ. അങ്ങളെ, ഇവർ ശരിക്കും നിങ്ങളുടെ ബന്ധുവാണോ? എനിക്ക് ഇവരൊരു സ്റ്റാൻഡേർഡില്ലാത്ത സ്ത്രീയാണ് തോന്നി. അയ്യടാ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത എനിക്കല്ല. ഓ, എന്റെ മകനെ ഇപ്പോഴും അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന അമ്മായി പ്രാവം പോകുന്ന കക്ഷിയില്ലേ, അങ്ങേർക്കാ. അവൻ എന്റെ മുഖത്ത് നോക്കി ഒരു തോറ സ്ത്രീയോട് സംസാരിക്കുന്നവരെ സംസാരിച്ചപ്പോ ഞാനും എന്തൊക്കെ പറഞ്ഞു പോയി. അല്ലാതെ മതി. അമ്മ പറയുമ്പോ കണക്ക് തീർത്ത് പറയുമെന്ന് എനിക്കറിയാലോ. ഏതായാലും അവനവിടെ സച്ചി സാറിന്റെ വീട്ടിൽ വരികയും അവിടെ വെച്ച് സത്യനെ കാണുകയും ചെയ്തു. സത്യൻ ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത് പോട്ടെ, അത് അവന്റെ വിധി. പക്ഷേ അതിന്റെ പേരിൽ സച്ചി സാറിന്റെ മകളുടെ കല്യാണം മുടങ്ങിയ അമ്മയും ഞാനും എല്ലാം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സത്യൻ ആ വീട്ടിൽ നിന്ന് പോയില്ലേ, ഇനി കല്യാണമൊന്നും മുടങ്ങില്ല. അവരതേ അന്നും ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അത് തന്നെ ആയിരുന്നില്ല അമ്മയുടെ ആവശ്യം. ഇതോടെ സത്യേട്ടൻ അമ്മയുടെ അടുത്തേക്ക് വരുമെന്നാണോ അമ്മയുടെ വിചാരം? വരൂടി, ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്റെ അടുത്തേക്ക് തന്നെ വരും. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവന്റെ അമ്മയാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത് എന്തിനാ? പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യണം. ഞാൻ രാവിലെ പോകുമ്പോ ഈ വീടിന്റെ പ്രമാണം എനിക്കൊന്ന് എടുത്തു തരണം.